ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘയും മനോഹരനും ഓഫീസിലാണുള്ളത്. അപ്പോൾ മേഘ മനോഹരനോട് ചോദിക്കുകയാണ്, എന്താ അമ്മാവ, ഒരു ജോലി പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുക? എങ്ങനെയാണ് അവർ സ്കൂൾ യൂണിഫോം ഡെലിവറി ചെയ്തത്? അല്ല മേഘ, കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും കത്തിക്കാമെന്ന് തന്നെയാണ് വെച്ചത്. പക്ഷേ അതിനകത്ത് പോകാൻ പറ്റിയില്ല. അവിടെ 4 ഭാഗത്തും അവർ CCTV ക്യാമറ വെച്ചിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും ക്യാമറയിൽ പെടാതെ അകത്തേക്ക് കയറിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല. ഒന്ന് പോവാമാവാ. ഒക്കെയാണോ ഒരു കാരണം? അപ്പോഴേക്കും ഒരു സ്റ്റാഫ് അവിടെ വന്നിട്ട് സീറ്റ്സും കൊണ്ട് വന്നിട്ട് പറയാണ്, സീറ്റ്സ് എടുത്തോളൂ. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തിനാ സീറ്റ്സ്? ചന്ദ്രിക മാഡം സ്കൂൾ യൂണിഫോം ഡെലിവറി കൊടുത്തതുകൊണ്ട് ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിനും സീറ്റ്സ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം തന്നെ ആർത്തിയോടെ ആവേശത്തോടെ മനോഹരൻ അതിൽ നിന്നും ഒരു ലഡു എടുത്ത് വായിലിട്ടു. ലഡു വളരെ നന്നായിട്ടുണ്ട്, ഒരെണ്ണം കൂടി എടുത്തോട്ടെ. എടുത്തോളാം, താങ്ക്സ്. മേഘ, ലഡു നല്ല സൂപ്പറായിട്ടുണ്ട്, നിനക്കും കൂടെ ഒരെണ്ണം കൂടി എടുത്തോടായിരുന്നോ? മേഘക്ക് ദേഷ്യം വരികയാണ്. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. സാരില്ല മേഘ, നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലഡു കണ്ടപ്പോൾ ചാടി വീണത്. അപ്പോഴേക്കും സുന്ദരിക്കുട്ടിയായിട്ട് ചുരിദാറൊക്കെ അണിഞ്ഞ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്രിക എന്നിട്ട് മേഘയോടും മനോഹരനോടായിട്ട് ചോദിക്കുകയാണ്, എന്താ സീറ്റ്സൊക്കെ കഴിച്ചോ? ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സീറ്റ്സൊക്കെ കഴിക്കാൻ പറ്റും. മേഘ, എന്നെക്കൊണ്ട് ഈ സ്കൂൾ യൂണിഫോം ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലേ? പക്ഷേ ഞാനത് വിജയകരമായി ചെയ്തു തീർത്ത് ഡെലിവറിയും കൊടുത്തു. ഒരു തവണ താണ് വീണാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്നാണോ വിചാരിച്ചത്? ഞാൻ എത്ര തവണ താഴെ വീണാലും എണീറ്റ് ഓടിക്കൊണ്ടേയിരിക്കും. നിനക്കെന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. നീ ഫോറിനിൽ പഠിച്ചതുകൊണ്ട് നാവിൽ ഇംഗ്ലീഷൊക്കെ വന്നെന്ന് ഇരിക്കും എന്ന് കരുതി എനിക്ക് ഒന്നും അറിയില്ല എന്ന് കരുതരുത്. എൻ്റെ കയ്യിൽ സത്യസന്ധതയും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ട്. ഞാൻ ഇതേ ബിസിനസ്സിൽ നിന്നേക്കാളും വിജയിച്ച് കാട്ടിത്തരും. അത് നീ കാണുക തന്നെ ചെയ്യും. മേഘ ഒന്നും പറയാതെ ശ്വാസം എടുക്കാതെ നിൽക്കുകയാണ്. ഒടുവിൽ ചന്ദ്രിക പോയി അവളുടെ സീറ്റിൽ ഇരുന്നു. അപ്പോൾ മേഘ പറയാണ് മനോഹരനോട്, മാറി നിൽക്ക്. മേഘ പോവരുത്, വിശന്നിട്ട് ഞാൻ അറിയാതെ എടുത്തതാ. മേഘ ഒന്നും കാര്യമാക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. പറയുന്നത് കേക്ക് മേഘ, പോവരുത്. അപ്പോൾ ചന്ദ്രിക മനോഹരനോട് പറയാണ്, ഒരു ലഡു കൂടി വേണമെങ്കിൽ പോയി വാങ്ങിച്ചോ. അതിന് നിൻ്റെ ലഡു കൊള്ളൂല എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ലഡു വായിടുകയാണ്. പിന്നെ കാണിക്കുന്നത് മേഘ വീട്ടിൽ നിന്നും പ്രിയയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. ഇതുകൂടി കുടിക്കുമോളെ, ഇനി 2 സ്പൂൺ കൂടിയേ ഉള്ളൂ. മതിയമ്മേ, മതി, ഓക്കെ. അപ്പോഴേക്കും മനീഷിൻ്റെ വണ്ടി വന്ന് അവിടെ നിർത്തി. പ്രിയയ്ക്ക് പിന്നെ നല്ല സന്തോഷമായി. ഹായ്, അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നിടത്ത് നിന്ന് ഓടിപ്പോവാണ് അച്ഛൻ്റെ അടുത്തേക്ക്. മേഘ പറയാണ്, പ്രിയ അതൊന്നും കാര്യമാക്കാതെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛാ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് അച്ഛന് ഉമ്മ കൊടുക്കുകയാണ്. അച്ഛനും അതുപോലെ തന്നെ പ്രിയ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുകയാണ്. പ്രിയയും തിരിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് മനോഹരൻ മേഘയുടെ അടുത്ത് പോയിട്ട് പറയാണ്, മേഘ, ഇവള് കാരണമാണ് നിനക്ക് എല്ലാ പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം നീ ഇവളെ പറഞ്ഞ് മനസ്സിലാക്ക്, എന്നാലേ ഇവൻ ഇവിടെ വരുന്നത് തടയാൻ പറ്റൂ. അപ്പോൾ അച്ഛൻ ഡ്രസ്സിൻ്റെ കവർ എടുക്കുകയാണ്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, എന്താ അച്ഛാ ഇത്? അച്ഛൻ മോൾക്കും അമ്മയ്ക്കും ദീപാവലി ഡ്രസ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഹായ് എന്ന് പറഞ്ഞ് പ്രിയ സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ്. അച്ഛൻ പൊതി തുറന്ന് ഡ്രസ്സ് എടുത്തിട്ട് പ്രിയയ്ക്ക് കൊടുത്തിട്ട് പറയാണ്, ഇതാ എങ്ങനെയുണ്ട്? പ്രിയ ദേഹത്ത് ആ ഡ്രസ്സ് വെച്ച് നോക്കിയിട്ട് പറയാണ്, ഹായ്, സൂപ്പറായിട്ടുണ്ട്, താങ്ക്സ് അച്ഛാ. കൂടെ ഒരു ഉമ്മയും കൊടുക്കുകയാണ്. അതുകൊണ്ട് ദേഷ്യത്തോടെ മനോഹരൻ പറയാണ്, ജീവിതത്തിൽ ഡ്രസ്സ് കണ്ടിട്ടില്ലാതെ പോലെയല്ലേ അവൻ കൊടുത്ത ഡ്രസ്സ് നോക്കുന്നത്. ഹായ് എന്ന് പറയാണ് പ്രിയ. അത് കണ്ട് മനോഹരൻ, ജീവിതത്തിൽ ഡ്രസ്സ് കണ്ടിട്ടില്ലാത്തതുപോലെ, കഷ്ടം തന്നെ. എന്താ മേഘ ഇതൊക്കെ? നീയും ഇതൊക്കെ കണ്ട് വെറുതെ നോക്കി നിൽക്കുകയാണോ? നോക്ക്, ആദ്യം അവൾക്കിട്ട് 2 എണ്ണം കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ പോയി വിളിച്ചാൽ അവൾ വരില്ല, അമ്മാവൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവാ. മനോഹരൻ അവിടെ നിന്നും ദേഷ്യത്തോടെ പോയിട്ട് പറയാണ്, എടാ നിന്നോട് ഈ വീട്ടിൽ വരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും നീ കുട്ടിക്ക് ഡ്രസ്സും കൊണ്ട് വന്നിരിക്കുകയാണോ? ഇവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾക്ക് അറിയില്ലേ? അതോ ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് വിചാരിച്ചോ? ഡ്രസ്സാണത്രേ, ഇതാ നീ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞ് മനീഷിന് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് മനോഹരൻ. നീ തന്നെ കൊണ്ടുപോ.
ആ നോക്ക്, എൻ്റെ മോൾക്ക് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സായത്. അത് കൊടുക്കണ്ട എന്ന് പറയാൻ നിനക്ക് ഒരവകാശവും ഇല്ല. പ്രിയ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ മോളെ? അതേ അച്ഛാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ ഇത് വെച്ചോ. പിന്നെ മനീഷ് ഒരു പൊതി കവറും കൊണ്ട് മേഘയുടെ അടുത്തേക്ക് പോവാണ്. മേഘ, ഇതാ നിനക്ക് ഞാൻ ഒരു സാരിയും വാങ്ങിയിട്ടുണ്ട്. എന്താ, നീ കളിയാക്കാണോ? എനിക്ക് സാരി വാങ്ങിത്തരാൻ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞോ? മര്യാദയ്ക്ക് നീ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടുന്ന് പോയിക്കോ. രേയ്ക്ക് ഞാൻ കൊടുത്ത ഡ്രസ്സ് അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് തന്നെ അവൾ ദീപാവലിക്ക് ഇടണം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ. അവിടേക്ക് മനോഹരൻ പോയിട്ട് പറയാണ്, അവൻ തന്നത് കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? പോകാനിരിക്കുന്ന മനീഷിനെ വിളിക്കാണ്. എടാ, ഇതാ നീ കൊടുത്ത സാരി എന്ന് പറഞ്ഞ് സാരി മനീഷിൻ്റെ നേരെ വലിച്ചെറിയുകയാണ്. പിന്നെ അയാൾ പ്രിയയുടെ കയ്യിലിരിക്കുന്ന ഡ്രസ്സ് പിടിച്ച് വലിക്കുകയാണ്. ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രിയ വിട്ടുകൊടുക്കുന്നില്ല. ഇതെനിക്ക് വേണം, ഇത് ഞാൻ തരില്ല. ശക്തി എടുത്ത് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ പ്രിയയും അതേപോലെ തന്നെ പറയുകയാണ്, ഇല്ല ഞാൻ തരില്ല, ഇതെനിക്ക് വേണം, വിട്, എനിക്കിത് വേണം, ഞാൻ തരില്ല. പിന്നെ പ്രിയ അവിടെ നിന്നില്ല, ആ ഡ്രസ്സുമായി അകത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ മനോഹരൻ വീണ്ടും വിളിക്കുകയാണ്, ഏയ് പോകരുത്, ഇങ്ങോട്ട് താ, ആ ഡ്രസ്സിങ് കൊണ്ടുപോവാ. അപ്പോൾ മനീഷിനോട് മനോഹരൻ പറയാണ്, എടുത്തോണ്ട് പോടാ. മനീഷ് അവിടെ നിൽക്കുന്ന മേഘയെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ മനോഹരൻ, പോടാ എടുത്തോണ്ട്, ഒന്ന് പോടാ, ഇവിടെ ഒരു മാച്ചിങ് ബ്ലൗസിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മനീഷ് കാറിൽ കയറാൻ നേരവും മേഘയെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. അതേപോലെ തന്നെ മേഘയും മനീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മൈലാഞ്ചിയൊക്കെ കയ്യിലിട്ട് കിടന്നുറങ്ങുന്ന മലരിനെയാണ്. അതേസമയം പലഹാരം ഉണ്ടാക്കേണ്ട തിരക്കിലാണ് ചന്ദ്രിക. അച്ഛനും അമ്മയും പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അച്ഛാ, ബജ്ജി ഉണ്ടാക്കാൻ വാഴയ്ക്ക നന്നായിട്ട് അരിയുന്നുണ്ടല്ലോ. അത് കേട്ട് മഹേന്ദ്രൻ സാറ് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നു, ഈ ജോലിയും അച്ഛൻ അറിയോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? എന്നെ എൻ്റെ അമ്മ പാചകവും പഠിപ്പിച്ചാണ് വളർത്തിയത്. വിവാഹം കഴിഞ്ഞ സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അത് ഓണവും ദീപാവലിയും ഒക്കെ വന്നാൽ. മഹേന്ദ്ര സാറ് ചിരിച്ചുകൊണ്ട് പറയാണ്, എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്നും അറിയാതെ പതുങ്ങി നിൽക്കും. അത് കേട്ട് ചന്ദ്രികയും ചിരിക്കുകയാണ്. അപ്പോഴൊക്കെ ആരാ, ഞാനല്ലേ പാചകം? സത്യമായിട്ടും? എന്താ, നിനക്ക് സംശയമുണ്ടോ? അമ്മയോട് തന്നെ ചോദിക്കേ. അതേ ചന്ദ്രികേ, വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോലും അറിയില്ല. പക്ഷേ നിൻ്റെ അച്ഛൻ സൂപ്പറായിട്ട് പാചകം ചെയ്യും. എല്ലാം തന്നെ ഇദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷേ നീ എന്നെ പോലെയല്ല, അച്ഛൻ്റെ കൈപുണ്യം അതേപോലെ കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് ചന്ദ്രിക ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹേന്ദ്ര സാറ് ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, പാചകത്തിൽ നിന്നെ തോൽപ്പിക്കാൻ എനിക്കറിയുന്ന മറ്റാരുമില്ല. അത് കേട്ട് മഹേന്ദ്രൻ സാറും പറയാണ്, ലക്ഷ്മി, സത്യമാണ് നീ പറഞ്ഞത്. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഓരോരുത്തരുടെയും ജോലി ചെയ്യാണ്. ചന്ദ്രിക ധൃതി പിടിച്ച് ഓരോന്നും ചെയ്യാണ്. എന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മേ, സമയമായമ്മേ, ഒന്ന് മലറിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കൂ. അവൾക്ക് തലയിൽ ഇന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കണം. ആ ശരി മോളെ, ഞാൻ അവളെ കുളിപ്പിക്കാം, നീ മറ്റുള്ള ജോലികൾ നോക്ക്. ഏട്ടാ, മലറിനെ കുളിപ്പിക്കണം, കുറച്ച് ചൂടുവെള്ളം വെക്കുമോ? ഇപ്പം തന്നെ വെക്കാം. അത് കേട്ട് ചന്ദ്രിക അമ്മയെ തന്നെ നോക്കുകയാണ്. അമ്മേ, അച്ഛനെ എന്തിനാ അമ്മ ബുദ്ധിമുട്ടിക്കുന്നേ? ഞാൻ വേണമെങ്കിൽ വെച്ച് തരാം. നീ മിണ്ടാതിരിക്ക് ചന്ദ്രികെ, എൻ്റെ ചെറുമോൾക്കല്ലേ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. അത് എൻ്റെ ഭാഗ്യമല്ലേ മോളെ. ഇതൊക്കെ അല്ലാതെ എനിക്ക് എന്താ ജോലിയുള്ളത്? ലക്ഷ്മി നോക്കിക്കോ. ആ ശരി ഏട്ടാ. മുത്തശ്ശി പോയിട്ട് മലറിനെ എഴുന്നേൽപ്പിക്കുകയാണ്. മലർ എഴുന്നേൽക്ക് മോളെ. മുത്തശ്ശി, എന്താ മുത്തശ്ശി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. കുറച്ചുകൂടി ഉറങ്ങട്ടെ. എന്താ മലർ ഇത്? ദീപാവലിയായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കാമോ? എഴുന്നേൽക്ക്, നാട് മുഴുവൻ ദീപാവലി ആഘോഷിക്കുക. എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പടക്കമൊക്കെ പൊട്ടിക്കണ്ടേ? മോളെ വേഗം എഴുന്നേൽക്ക് വാ. അപ്പോൾ മലർ പറയാണ്, മുത്തശ്ശി, എൻ്റെ മൈലാഞ്ചി നന്നായിട്ട് ചുവന്നല്ലോ. അതേ മോളെ, നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ശരി, വാ പോയി എണ്ണ തേച്ച് കുളിക്കാം. അതേസമയം ചന്ദ്രിക പഴമൊക്കെ പൊരിച്ച് നല്ല സൂപ്പറായിട്ട് കോരി വെക്കുകയാണ്. എണ്ണയൊക്കെ തേച്ച് എന്നിട്ട് പറയാണ്, മലർക്കുട്ടി, നമുക്ക് പെട്ടെന്ന് കുളിക്കാം. കുളിക്കാം മുത്തശ്ശി. അപ്പോഴേക്കും മഹേന്ദ്രൻ സാറ് ചൂടുവെള്ളവുമായിട്ട് വന്നു. ലക്ഷ്മി, മലറിന് കുളിക്കാൻ ചൂടുവെള്ളം റെഡി. ശരി ഏട്ടാ. ഞാൻ
അകത്ത് ഷാമ്പുവും ശിവക്കായും വെച്ചിട്ടുണ്ട്, ഒന്നെടുത്തിട്ട് വരാമോ? അതിനെന്താ, ഞാൻ കൊണ്ടുതരാം. മുത്തശ്ശി. എന്താ മോളെ? ഞാൻ കുളിച്ച ഉടനെ പുതിയ ഡ്രസ്സ് ഇട്ടോട്ടെ? ആ, ഇടാലോ. ഉറപ്പായിട്ടും മോൾക്ക് പുതിയ ഡ്രസ്സ് തന്നെ ഇടാം. ചന്ദ്രിക അത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്കാണ്. അപ്പോഴേക്കും സിദ്ധു എത്തി. ആ അങ്കിളേ, എന്താ പരിപാടി? ആ വാ മോനെ. അല്ല, മലറിനെ കുളിപ്പിക്കാൻ പോവാണോ? അതേ മോനെ, ഇന്ന് ദീപാവലിയല്ലേ, എണ്ണ തേച്ച് കുളിക്കണം. ഓ, അതാ മലറിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത്. എനിക്കാണെങ്കിലോ എണ്ണ തേച്ച് കുളിക്കുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റില്ല. അത് കേട്ട് ലക്ഷ്മി പറയാണ്, ഓ അത് അറിയാവുന്ന കാര്യമല്ലേ. അത് കേട്ട് ചിരിക്കുകയാണ് സിദ്ധു. എണ്ണ തേച്ച് കുളിപ്പിക്കണം എന്ന് വെച്ചാൽ നീ ഓടിപ്പോവുക. പേടിയാ അവന്, ഭയങ്കര പേടിയാ. അപ്പോഴേക്കും ചന്ദ്രിക അവിടെ വന്നു. സിദ്ധു സാർ, ഇന്ന് ദീപാവലിയാ, എല്ലാവരും ഇന്ന് എണ്ണ തേച്ച് തന്നെ കുളിക്കണം. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇല്ല ചന്ദ്രികേ. അപ്പം ചന്ദ്രിക, അച്ഛാ, ഇന്ന് സിദ്ധു സാറിനെയും വിടാൻ പാടില്ല, സാറിനെയും എണ്ണ തേപ്പിക്കണം. ഏയ്, എന്നെ അതിനൊന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കതൊന്നും ഇഷ്ടമില്ലെന്ന്. എന്നെ വെറുതെ വിട്ടേക്ക്. വേണ്ട വേണ്ട. ഏയ്. ചന്ദ്രികയും ഇടയ്ക്ക് വെച്ച് വിളിക്കുകയാണ്, അച്ഛാ, ഏയ്, നിന്നെ വെറുതെ വിടില്ല. അച്ഛാ, അദ്ദേഹത്തെ വിടാതെ പിടിച്ചോ. അച്ഛനും ചന്ദ്രികയും സിദ്ധുവിനെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്. അയ്യോ, എന്നെ വിട്ടേക്ക്, എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാനൊരു പാവാണേ. അപ്പോഴേക്കും മഹേന്ദ്ര സാറ് പിറകിൽ തന്നെയുണ്ട്. സിദ്ധു എന്ന് വിളിച്ചിട്ട്, അച്ഛാ അച്ഛാ പിടിക്കച്ചാ. അങ്കിളെ വേണ്ട വേണ്ട, പിടിക്കവനെ പിടിക്കേ. പിന്നെ ഞാൻ പിടിച്ചോ. വേണ്ടങ്ങളെ വേണ്ടങ്ങളെ, എനിക്ക് ഇഷ്ടമല്ല അങ്കിളെ, വേണ്ട വേണ്ടങ്ങളെ വേണ്ട. അപ്പോൾ ചന്ദ്രിക, അമ്മേ, ആളെ പിടിച്ചു. വാടാ, നന്നായി പിടിച്ചോണേ, അല്ലെങ്കിൽ ഓടിക്കളയും. ഇന്ന് നിന്നെ എണ്ണ തേച്ചിട്ട് തന്നെ കാര്യം. പിടിച്ചമ്മേ, പിടിച്ച്. അയ്യോ അങ്കിളെ പ്ലീസ് അങ്കിളെ, ഞാൻ പറയുന്നത് കേൾക്കാം അങ്കിളെ. അടങ്ങിയിരിക്കേ. ചന്ദ്രികെ വേഗം എണ്ണ എടുത്തിട്ട് വാ നമ്മളെ. ഞാനോ? വേഗം എണ്ണ എടുത്തു കൊണ്ടുവന്ന് തലയിൽ തേക്ക്. വേണ്ട അച്ഛാ, ഞാൻ ചെയ്യുന്നില്ല. അപ്പം അമ്മയും പറയാണ്, എന്താ ചന്ദ്രികെ, എന്തായാലും നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, നിനക്ക് തേച്ചു കൊടുത്താൽ എന്താ? ചന്ദ്രികയെ വേഗം നോക്ക്, അച്ഛൻ പറയാണ്. അപ്പോൾ അമ്മയും പറയാണ്, നീ വേഗം കൊണ്ടുവന്ന് തേച്ച് കൊടുക്ക് ചന്ദ്രികയെ, പ്ലീസ് ചന്ദ്രികയെ, വേണ്ട ചന്ദ്രികയെ. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇല്ല അമ്മേ, ഞാൻ തേക്കുന്നില്ല അമ്മേ. ഇല്ല അമ്മേ, അത് ചന്ദ്രികയെ വേഗമാവട്ടെ, അല്ലെങ്കിൽ ഇവൻ ഓടിപ്പോകും. അയ്യോ ചന്ദ്രികയെ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോഴേക്കും ചന്ദ്രിക എണ്ണ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി. പിന്നെ സിദ്ധു ചന്ദ്രികയോടായിട്ട് പറയാണ്, ചന്ദ്രികയെ പ്ലീസ് ചന്ദ്രികയെ, സാറ് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിടുമെന്ന് കരുതിയോ? ഇപ്പം ശരിയാക്കി തരാം. അയ്യോ വേണ്ട, എടാ ഒന്നുമില്ലെന്നേ. ചന്ദ്രിക വേണ്ട എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രിക എണ്ണ എടുത്ത് തലയിൽ തേച്ചു. ഓ അങ്കിളെ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ദീപാവലി എന്ന് പറഞ്ഞ മനുഷ്യരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കോ? ഇതൊന്നും ശരിയല്ല കേട്ടോ. അയ്യോ ചന്ദ്രിക, എന്നോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുക? അങ്ങനെ ചെയ്താലേ തലയിലേക്ക് എണ്ണ ഇറങ്ങൂ. കാണിച്ചേ എന്ന് പറഞ്ഞ് ചന്ദ്രിക തല നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. മുത്തശ്ശി മലറിനെ നന്നായിട്ട് കുളിപ്പിച്ച് കൊണ്ടുപോയി. എന്നിട്ട് തുടച്ചു കൊടുക്കുന്ന സമയത്ത് മലർ പറയാണ്, മതി മുത്തശ്ശി, എനിക്ക് നല്ല ഉടുപ്പ് ഇട്ടതാ, ഒന്ന് ക്ഷമിക്കടാ, തല നന്നായിട്ട് നനഞ്ഞിരിക്കുകയല്ലേ, ഒന്ന് നന്നായിട്ട് തുടക്കട്ടെ. അങ്ങനെ വെച്ചാൽ പനി വരും, അതുകൊണ്ട് തല നന്നായി തുടച്ച് നിനക്ക് പുകയൊക്കെ കൊള്ളിച്ചതിന് ശേഷം മുത്തശ്ശി പുതിയ ഡ്രസ്സ് ഇട്ട് തരാം. ഒന്ന് വേഗം മുത്തശ്ശി. ശരിയടാ. ഏട്ടാ, കുന്തിരിക്കം റെഡിയായോ? ഇപ്പോൾ കൊണ്ടുവരാം. മലറിൻ്റെ മുടിയിൽ കുന്തിരിക്കമൊക്കെ പുകയ്ക്കുകയാണ്. ആ ഇങ്ങ് തന്നെ. മതി മുത്തശ്ശി. മലരെ പുതിയ ഡ്രസ്സ് ഇടാനുള്ള ഒരുക്കത്തിലാണ്, അതുകൊണ്ടാണ് ഇത് മതി എന്ന് പറയുന്നത്. മലർക്കുട്ടി, ദേ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കേ മതി, ഇനി പുതിയ ഡ്രസ്സ് ഇടാം. ഓക്കേ. അകത്ത് കയറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അതിനുശേഷം മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മുത്തശ്ശ, എൻ്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട്? മുത്തശ്ശൻ പറയാണ്, മോളുടെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് ഓടിപ്പോവാണ്, അമ്മേ, ആഹാ അമ്മേ, ഞാൻ ഈ പുതിയ ഡ്രസ്സിൽ എങ്ങനെയുണ്ട്? നിനക്ക് എന്താടാ കുറവ്? ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ദേവതയെ പോലെയുണ്ട്. എൻ്റെ കണ്ണ് തന്നെ പെടുമെന്നാണ് തോന്നുന്നത്. മലർ, ഇങ്ങ് വന്നേ, മുടി കെട്ടി പൂവ് വെച്ചുതരാം. അമ്മേ, ഇനി ഞാൻ മോളെ റെഡിയാക്കാം. ഇനി നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ. ഭഗവാന് പ്രസാദം വെച്ച് പൂജ ചെയ്യണ്ടേ? നീ പോയി കുളിച്ചിട്ട് വാ ചന്ദ്രികയെ, ഞാൻ മലറിന് മുടി കെട്ടി കൊടുക്കാം. അമ്മേ, ഞാൻ പിന്നെ കുളിച്ചോളാന്നേ, ഇപ്പം നിങ്ങൾ രണ്ടുപേരും പോയി കുളിച്ചിട്ട് വാ. ശരി, എന്നാൽ പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശരി ഏട്ടാ. ഇന്നാ ഇത് അവൾക്ക് വെച്ച് കൊടുക്കും. അതൊക്കെ ഞാൻ ചെയ്യാം. ഇപ്പോൾ അമ്മ പോയി കുളിച്ചിട്ട് വരും. അമ്മേ, എന്താടാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഭഗവാനെ തൊഴുതതിന് ശേഷം കഴിക്കാം.
എന്താ അമ്മേ ഇന്ന് ഉണ്ടാക്കിയത്? നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സത്യമാണോ അമ്മേ? അതേടാ, ഇഡലി, അതിനുള്ള കറി, ബജി, വട, സുഖീൻ, പായസം, കുഴലപ്പം, അച്ചപ്പം, ലഡു, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മലർ പറയാണ്, എൻ്റെ അമ്മ സൂപ്പറാ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക പറയാണ്, ജാനകി അമ്മായിക്കും ആരതിക്കും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുക്കാമോ സാർ? അല്ല, അത് പിന്നെ നീ വാങ്ങിത്തന്ന ഡ്രസ്സ് അവർ വാങ്ങുമെന്ന് പോലും അറിയില്ല. എന്നാലും ഒന്ന് കൊടുത്തു നോക്കാം. ഇതാ സാർ, കൊണ്ടുപോയി കൊടുക്ക്. ഇങ്ങത്താ, കൊടുത്തിട്ട് വരെ. അമ്മേ, ചന്ദ്രിക ആരതിക്കും അമ്മയ്ക്കും ദീപാവലിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അത് തരാൻ വേണ്ടേ ഞാൻ വന്നത്. ഇതാ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അതേപടി തന്നെ വലിച്ചെറിഞ്ഞു. അത് കണ്ടുകൊണ്ടാണ് ആരതി അങ്ങോട്ട് വരുന്നത്. സിദ്ധുവിനും നല്ല വിഷമായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് കൂടി അറിയിച്ച് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.